പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഒരു യാത്രയാണ്. കാസർഗോഡിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവാണ്. ഏത് വണ്ടിക്കാണെന്ന് വെച്ചെങ്കിൽ ട്രെയിൻ നമ്പർ 12201 മുംബൈ LTT നിന്ന് കൊച്ചുവേളിയിലേക്ക് വന്ന ഗരീബ് രാത്ത് എക്സ്പ്രസ്സിനാണ് ഇന്ന് ഞാൻ കാസർഗോഡ് തൃശ്ശൂരിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മളെ മുംബൈ LTT കൊച്ചുവേളി ഗരീബ് രാത്ത് ഇപ്പോൾ ഓൾറെഡി മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. സമയം ഇപ്പോൾ 10 മണി ആയതേ ഉള്ളൂ. അത് 10 ഇറക്കാന്ന് അവിടെ നിന്ന് ഡിപ്പാർട്ട്. അപ്പോൾ ഇവിടെ 11:10 എത്തും നമ്മുടെ വണ്ടി. അപ്പോൾ ഇന്ന് ഗരീബ് രാത്ത് എക്സ്പ്രസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇന്ന് നമ്മുടെ ഗരീബ് രാത്ത് എക്സ്പ്രസ് മുംബൈയിൽ നിന്ന് കൊച്ചുവേളിയിലോട്ട് പോകുന്ന ഗരീബ് രാത്ത് എക്സ്പ്രസ്സിൻ്റെ ഇന്ന് അവസാനത്തെ ICF റണ്ണാണ്. നമ്മളാ പച്ച ലെജൻഡറി കളർ ഇനി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നുള്ളത്. അപ്പോൾ ഗരീബ് രാത്ത് എക്സ്പ്രസിനെ പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം നമുക്ക് ട്രെയിനിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് പറയാം. നമ്മളെ ഗരീബ് രാത്ത് എക്സ്പ്രസ് എല്ലാം മറ്റേ 3rd AC എക്കണോമിക് കോച്ച് ഉണ്ടല്ലോ, മറ്റേ LHP അതാക്കാൻ പോവാണ്. ഇന്ത്യയിലുള്ള എല്ലാ ഗരീബ് രാത്തും അത് ആക്കാൻ വേണ്ടി പോവാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ നിലവിലെ അവസ്ഥ ഇങ്ങനെയാണ്. ഇവിടെ മെയിൻ എൻട്രൻസ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റേഷൻ്റെ അമൃത് ഭാരത് സ്കീമിൻ്റെ കീഴിലുള്ള പണികളാണ്. നല്ലൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷനായിട്ട് തന്നെ കാസർഗോഡ് മാറും. പിന്നെ ഇവിടെ നമുക്ക് കാണാം പ്ലാറ്റ്ഫോമിൽ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി വരാനുണ്ട് കോയമ്പത്തൂരിലേക്കുള്ള, മറ്റേ പാസഞ്ചർ ഉണ്ടല്ലോ, അതിപ്പോൾ ഇവിടത്തേക്ക് എത്തും. അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോമിലുള്ളത്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് തന്നെ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിന്നുള്ള റോഡാണിത്. ഇതാണ് ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ, ഇവിടെയാണ് റോഡുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബസ്സിന് കയറി നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോകാൻ പറ്റും. വേറെ ഓട്ടോ കാര്യങ്ങളൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ ബസ് കിട്ടും കാനങ്ങാടിലേക്ക്. പിന്നെ ഇവിടത്തേക്ക് പോകണമെങ്കിൽ അവിടത്തേക്ക് KSRTC ബസ് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ വേറെ ഓട്ടോ ആക്കിയിട്ടൊന്നും ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. ഇവിടുന്ന് ഇഷ്ടംപോലെ ബസ് കിട്ടും ബസ് സ്റ്റാൻഡിലേക്ക്. G1-ലാണ് ഞാൻ, 13ാമത്തെ കോച്ച്. ട്രെയിൻ നമ്പർ 12201 മുംബൈ കൊച്ചുവേളി ഗരീബ് രാത്ത് കാസർഗോഡ് പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സ്വന്തം കാനങ്ങാട് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൻ്റെ ചെയർക്കാറിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഇങ്ങനെയാണ്. നമ്മളെ സാധാരണ എറണാകുളത്തിലുള്ള പോലത്തെ ഇൻറ്റീരിയറാണ്. ട്രെയിനിലെ ബാത്റൂമിലെ ഇൻറ്റീരിയർ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ നോർമൽ ICF പോലെ തന്നെയാണ്. പിന്നെ
ഇവിടെ മറ്റേ ഹാൻഡൊക്കെ വാഷ് ചെയ്യാനുള്ള ഹാൻഡ് വാഷറൊക്കെ ഉണ്ട്. പിന്നെ മിററൊക്കെ നല്ല വൃത്തിയുള്ള മിറർ തന്നെയാണ്. പിന്നെ അത് ലോക്ക് ഇതാ 2 എണ്ണം ഉണ്ട്. 1 2 ഹൈ സെക്യൂരിറ്റി ആണ്. പിന്നെ ഇതാ നമുക്ക് ബാഗും ഡ്രസ്സൊക്കെ തൂക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഒരു ഫാനൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ടോയ്ലറ്റ്, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ യാത്ര ചെയ്യുന്നുള്ളത് G1-ലാണ്, അതായത് AC സ്ലീപ്പറിൽ. പക്ഷേ ട്രെയിനിൻ്റെ അകത്തോട്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല, കാരണം മൊത്തം ആൾക്കാർ, നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചിലപ്പോൾ ഷോർണൂർന്ന് അവിടെ നിന്ന് എത്തുമ്പോൾ ആൾക്കാർ കുറേ ആണെങ്കിൽ നമുക്ക് ട്രെയിനിൻ്റെ അകത്ത് കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറ്റേ ഇത് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, ചെയർക്കാർ കാണിച്ചിട്ടുണ്ട്, AC ചെയർക്കാർ. അപ്പോൾ അതിലും ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ മറ്റേ ഡോർ വഴി എടുത്തതാണ് ആ വീഡിയോ. പിന്നെ അകത്ത് പോയിട്ട് എടുത്തിട്ടൊന്നുമില്ല, കാരണം വെറുതെ ആൾക്കാർ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മളിതൊരു വീഡിയോ എടുത്ത് പോവാം, ഇങ്ങനെ പോവാം. അപ്പോൾ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കണ്ണൂരാണ്. അതിൻ്റെ അടുത്ത് കാനങ്ങാട് ട്രെയിനൊരു എവിടെയും സ്റ്റോപ്പില്ല. ഇപ്പോൾ കാനങ്ങാട് സ്കിപ്പ് ചെയ്യുന്നത് കണ്ടല്ലോ. ട്രെയിൻ ഫ്ലാറ്റ് 110 kph പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. പിന്നെ ഇങ്ങനെ ട്രെയിൻ പോകുന്നുണ്ടെങ്കിലും നല്ല ജർക്കിങ് ഉണ്ട് കേട്ടോ. AC ആണെങ്കിൽ നല്ല ജർക്കിങ് ഉണ്ട്. ഇങ്ങനെ ഷെയ്ക്കിങ് നല്ല ഷെയ്ക്കിങ് ഉണ്ട്. നമ്മുടെ നോർമൽ ICF കോച്ച് പോലെ തന്നെയാണ് ഇതിൻ്റെ കോച്ചിൻ്റെ അവസ്ഥ. ഇതെന്തായാലും LHB ആണെന്ന് എനിക്ക് നല്ലത്. ചെറുവത്തൂറായിട്ടാണ്, ചെറുവത്തൂർ. നല്ല ട്രാക്ക് സൗണ്ട് ഉണ്ട് ഇതിന്. ഞാൻ ഈ ട്രെയിനിൻ്റെ ചെയർ കാറിലാണ് ഫുള്ള്. ഇവിടെ നല്ലൊരു ടേബിളൊക്കെ ഉണ്ട്, ടേബിളുണ്ട്. പിന്നെ ഫുഡ് ഫസ്റ്റ് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. സാധാരണ നമ്മളെ എറണാകുളം പരശുരാമ പോലെയല്ല, നല്ല സ്പേഷ്യസ് ആണ്. ഒരു ഇൻറ്റീരിയർ ഇങ്ങനെയാണ് വരുന്നത്. കണ്ണൂർ ഔട്ടറിൽ ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. നടക്കുന്നില്ല, മലേ പോകുന്നുണ്ട്. കണ്ണൂരിൽ കുറച്ച് കൺജസ്റ്റനാണെന്ന് തോന്നുന്നു. നമ്മളെ മറ്റേ വണ്ടിയില്ലേ ഇത്, മംഗലാപുരം കോയമ്പത്തൂർ, അത് മുമ്പിലുണ്ട് അത്ര. കണ്ണൂരിൻ്റെ ഈ ഭാഗത്ത് ഇതാ KSR ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ്. അതിനെ റേക്ക് ഷണ്ട് ചെയ്തിരിക്കുകയാണ്. 3 മിനിറ്റ് ഏർലിയായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12:17 എത്തേണ്ട വണ്ടി 12:14 എത്തി. ഇത് 12:20 എടുക്കുള്ളൂ വണ്ടി. കണ്ണൂരിൽ ഇപ്പുറം യശ്വന്തൂർ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്, അതിൻ്റെ റൈക്ക് ഉണ്ട്. ഇത് വൈകിട്ട് ഇവിടുന്ന് പോകുന്ന വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഗരീബ് രാത്ത് എക്സ്പ്രസ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഈ ഗരീബ് രാത്ത് എക്സ്പ്രസ് ആദ്യമായി ഓടി തുടങ്ങിയത്, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഗരീബ് രാത്ത് എക്സ്പ്രസ് ആദ്യമായി ഓടി തുടങ്ങിയത് 2008. ഇപ്പം 16 വർഷം പഴക്കമുള്ളൊരു ട്രെയിനാണിത്. ഈ ഗരീബ് രാത്ത് എക്സ്പ്രസ്സിനെ കൊണ്ട് റെയിൽവേ ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവർക്ക് AC വളരെ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഗരീബ് രാത്ത് എന്നുള്ളൊരു അർത്ഥം വരുന്നത്. അതായത് പാവങ്ങളുടെ രത്നം ഗരീബ് രാത്ത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലൊട്ടാകെ 30ഓളം ഗരീബ് രാത്ത് ഉണ്ട്. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഗരീബ് രാത്ത് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് ഡൽഹിയിൽ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് പോകുന്ന ഗരീബ് രാത്ത് എക്സ്പ്രസ് ആണ്. അത് ഏകദേശം 2105 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഗരീബ് രാത്ത്, അതായത് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഗരീബ് രാത്ത്, അത് ബീഹാറിലെ പട്നയിൽ നിന്ന് ബംഗാളിലെ കൊൽക്കത്തയിലേക്ക് പോകുന്ന ഗരീബ് രാത്താണ്. അത് ഏകദേശം 535 കിലോമീറ്റർ അത്രയേ ഓടുന്നുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിലുള്ളത് ആകെ 2 ഗരീബ് രാത്താണ്. അതിലൊന്ന് ഓൾറെഡി LHB കഴിഞ്ഞ്, അത് യശ്വന്തൂരിൽ നിന്ന് കൊച്ചുവേളിയിലോട്ട് പോകുന്ന ഗരീബ് രാത്ത് എക്സ്പ്രസ്. അതിൽ end-to-end ഫെയർ വരുന്നത് 815 രൂപയാണ്. പിന്നെയുള്ള ഗരീബ് രാത്ത് ഇത് മുംബൈ LTT നിന്ന് കൊച്ചുവേളിയിലേക്കുള്ള ഗരീബ് രാത്ത്. നിങ്ങൾ മുംബൈയിലേക്ക് പോകുന്നെങ്കിൽ ഗരീബ് രാത്ത് ചൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഈ ഗരീബ് രാത്തിൻ്റെ ഫെയർ വരുന്നത് മുംബൈയിൽ നിന്ന് കൊച്ചുവേളിയിലേക്ക് AC സ്ലീപ്പറിൽ 1202 രൂപയാണ്. അതുപോലെ തന്നെ മറ്റേ AC ചെയർ കാറിൽ വരുന്നത് 985 രൂപയാണ്. മറ്റുള്ള ട്രെയിൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ട്രെയിനിൽ പ്രൈസ് വളരെയധികം കുറവാണ്. ഇപ്പോൾ കൊച്ചുവേളിയിലേക്ക് പോകുന്ന ഗരീബ് രാത്തല്ല, ഇനി തിരിച്ച് മുംബൈയിലേക്ക് പോവുക. നമ്മളെ ബ്രാൻഡ് ന്യൂ LHB ഗരീബ് രാത്തായിരിക്കും ഇനി ഈ വണ്ടിയൊക്കെ കിട്ടുക, ഈ വണ്ടിയിൽ ഉണ്ടാവുക. അപ്പം കണ്ണൂരിൽ നിന്ന് ട്രെയിൻ ഡിപ്പാർട്ട് ചെയ്തു കേട്ടോ. ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലം നോക്കിയാണ് ഫസ്റ്റ് AC കൂപ്പ് സ്ഥലം.
ഇത് ഡോറിൻ്റെ അടുത്ത് തന്നെ ആയി കണ്ട. ഇവിടെ ഇങ്ങനെയാണ്. പിന്നെ ഇതാ ടേബിൾ ഉണ്ട്. പിന്നെ ഇതാ ജനലൊക്കെ വൃത്തിയുണ്ട് കേട്ടോ. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. പുറത്തെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. തന്നെയുണ്ട്. കൊയിലാണ്ടി സ്കിപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അപ്പുറത്ത് മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് പാസഞ്ചർ. അത് നമ്മളെ മുമ്പിൽ തന്നെ ഉരുട്ടി വന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് അതിനെ തൂക്കി നമ്മൾ. ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ എത്തിയിട്ടാ. 52 വണ്ടിയാണ്. കോഴിക്കോട് സ്റ്റേഷൻ. ഞാൻ നടന്നിപ്പോൾ G7 എൻ്റെ കോച്ചുള്ള G1 അല്ല, എൻ്റെ സീറ്റുള്ള G1 ഞാൻ ഉള്ളത് G7. ഇവിടെ ഒരു സൈഡ് സീറ്റ്. അപ്പോൾ അവിടെ തന്നെ ഇരുന്നു. കോട്ടയം വഴി കൊച്ചുവേളി വരെ പോകുന്ന ലോകമാന്യത്തിലെ കൊച്ചുവേളി ട്രെയിൻ അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട്. ഈ ട്രെയിൻ ആദ്യമായി ഓടിയ വർഷം 2008 ആണ് കേട്ടോ. 2008 ജനുവരി 31 ഇത് ആദ്യമായിട്ട് ഓടി തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ ട്രെയിൻ നമ്പർ എന്ന് പറയുന്നത് 122-01 122-02 അങ്ങനെയാണ് ഇതിൻ്റെ നമ്പർ ഇടുന്നത്. അതുപോലെ തന്നെ ഈ ട്രെയിന് കൊച്ചുവേളിക്കും മുംബൈക്കും ഇടയിൽ 22 സ്റ്റോപ്പുണ്ട്. പിന്നെ ഈ വണ്ടി കൊച്ചുവേളിയിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയാണ് മുംബൈയിലേക്ക് പോകുന്നത്. മുംബൈയിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച റിട്ടേൺ. അതായത് ഞായറാഴ്ച ഇവിടുന്ന് പോയി അടുത്ത ദിവസം വൈകിട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് 2:40 ആകുമ്പോൾ മുംബൈയിലെത്തും. പിന്നെ അവിടെ നിന്ന് 4:45 ആകുമ്പോൾ പുറപ്പെടും. പിന്നെ അടുത്ത ദിവസം ചൊവ്വാഴ്ച ആകുമ്പോൾ ഇവിടെ എത്തും. വീണ്ടും കൊച്ചുവേളിയിലേക്ക് എത്തും. പിന്നെ ബുധനാഴ്ച റെസ്റ്റ്. പിന്നെ വ്യാഴാഴ്ച രാവിലെ 7:45 കൊച്ചുവേളിയിൽ നിന്ന് മുംബൈയിലോട്ട് പോകും. അവിടെ വെള്ളിയാഴ്ച എത്തും. പിന്നെ വെള്ളിയാഴ്ച 4:45 തിരിച്ച് കൊച്ചുവേളിയിലോട്ടും വരും. പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ നമ്പർ 221-13 അതായത് മുംബൈ LTT നിന്ന് കൊച്ചുവേളിയിലോട്ട് വരുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്. അതും ഇതും സെയിം ടൈമിംഗ് ആണ്. അതിൻ്റെ ദിവസം മാത്രം മാറ്റം. ഗരീബ്രഥിൻ്റെ AC സ്ലീപ്പർ കോച്ച് ഇൻറ്റീരിയർ വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ 3 ബർത്ത് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ സൈഡ് ലോവറും അപ്പറും. ചില ഗരീബ്രഥത്തിൽ സൈഡ് മിഡിലുണ്ട്. നമ്മുടെ യശ്വന്തൂർ കൊച്ചുവേളി ഗരീബ്രഥത്തിൽ സൈഡ് മിഡിലുണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പോൾ അത് HB ആയി. ഇങ്ങനെയാണ് ഗരീബ്രഥിൻ്റെ ഇൻറ്റീരിയർ. നോർമൽ ICFൻ്റെ 3rd AC പോലെ തന്നെ. കടലുണ്ടി പാലം. ജൂൺ 22 കടലുണ്ടി പാലം 2024. ഒരു കാര്യം എനിക്കത് പറയാണ്ടേ, അവിടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പറയാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഏതാണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം ജൂൺ 22 ഈ കടലുണ്ടി പാലത്തിൽ നമ്മളെ ചെന്നൈയിൽ നിന്ന് മംഗളത്തേക്ക് വന്ന മെയിൻ സൂപ്പർ ഫാസ്റ്റ് മറിഞ്ഞുപോയത്. അതായത് മംഗളത്ത് മദ്രാസിലേക്ക് വന്ന മെയിൻ കടലുണ്ടി പാലത്തിൽ മറിഞ്ഞുപോയത് സെയിം ദിവസമാണ് 23 വർഷങ്ങൾക്ക് മുമ്പ് ജൂൺ 22. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ആ ദുരന്തമൊക്കെ ആരും മറന്നു കാണില്ല. ഇപ്പോഴും ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് എന്താണ് ദുരന്തത്തിനുണ്ടായ കാരണം ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. 23 വർഷങ്ങൾക്ക് ഇപ്പോഴും അവർ പറഞ്ഞിട്ടില്ല എന്താണ് സംഭവം. അപ്പോൾ ഇന്നാണ് ആ ഒരു ഓർമ്മ ദിനം. ഈ ഗരീബ്രഥിൻ്റെ ഈട് നിൽക്കുമ്പോൾ വേറെ തന്നെ എന്തോ ഒരു സ്മെല്ല് അടിക്കണം, അടിച്ചു കയറിയാണ്. അത് ജനറേറ്റർ കാരുടെയും തോന്നുന്നു. നല്ല രസമുള്ള സ്മെല്ല്. എത്ര കാലം അറിയോ ഈ ഗരീബ്രഥ് ഓടാൻ തുടങ്ങിയപ്പോഴേ
ആ സ്മെല്ല് അടിക്കുന്നുണ്ട്. നല്ല രസമുള്ള സ്മെല്ലാണ് കേട്ടോ, വൃത്തികെട്ട സ്മെല്ലല്ല. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് നിലമ്പൂർ ലൈൻ, ഏറ്റത്തുള്ള റൈറ്റിലുള്ള 3:30 ഷൊർണൂർ വന്നിട്ട് 3:35 ഷൊർണൂർ ഡിപ്പാർട്ടാണ് ട്രെയിൻ. 3:15 നമ്മളൊക്കെ ഷൊർണൂരിലേക്ക് എത്തി. ഇതാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് 4 ലൈനുകളാണ് തിരിഞ്ഞു പോകുന്നുള്ളത്. ഒന്ന് ഇവിടുന്ന് തൃശ്ശൂരിലേക്ക്, പിന്നെ പാലക്കാടിലേക്ക്, പിന്നെ അങ്ങോട്ടേക്ക് 2 ലൈനുണ്ട്. ഒന്ന് കോഴിക്കോടിലേക്ക്, പിന്നെ ഒന്ന് നിലമ്പൂരിലേക്ക്. നമ്മളിപ്പോൾ കണ്ട ലൈന്. പിന്നെ നമ്മളെ ട്രെയിൻ ഇവിടെ തന്നെയുണ്ട്. നെയിം ബോർഡ് കാണാം, കൊച്ചുവേളി ലോകമാന്യ തിലക് നെയിം ബോർഡ് ഉണ്ട്. നമ്പറൊന്നും വ്യക്തമാകുന്നില്ല കറക്റ്റ്. പിന്നെ G6 ആണിത്. ഈ ഗരീബ് രഥത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ തേർഡ് AC ഉണ്ടാവല് B1 B2 അങ്ങനല്ല, ഇത് G1 G2 G3. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സാധാരണ AC ചേർക്കാർ വരുന്നത് C1 C2 അങ്ങനല്ലേ. ഇതിൻ്റെ J1 J2 അങ്ങനെയാണ് വരുന്നത്. നമുക്ക് മുന്നോട്ട് പോയി ചേർക്കാറും കൂടി ഒന്ന് കണ്ടിട്ട് വരാം, അതിൻ്റെ കോഡൊന്ന് കണ്ടിട്ട് വരാം. ഈ റോഡിൻ്റെ വേബ് 4 ആണ് നമ്മുടെ ട്രെയിനെ ഇവിടെ വരെ എത്തിച്ചത്. ഇത് തന്നെയാണ് ഇനി കൊച്ചുവേളി വരെ എത്തിക്കുക. N2 വേബ് 4 തന്നെയാണ്. പണ്ട് ഈ നമ്മുടെ കൊച്ചുവേളി എക്സ്പ്രസ്സിന് എറണാകുളത്തിൻ്റെ ഒരു ആൽക്കോ ലോക്കോമോട്ടീവ് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ക്രൂ ചേഞ്ച് ഉണ്ട് കേട്ടോ. ക്രൂ ഒക്കെ മാറി ഇപ്പോൾ വേറെ ക്രൂ കയറി ഇവിടെ. ഇപ്പം ഷൊർണൂർ ജംഗ്ഷൻ ഇവിടെ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ 3:40 നേത്രാവതി വരാണ്ട്. അതിന് നാട്ടിലേക്ക് പോകണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അല്ല വേണ്ട, നമുക്ക് തൃശ്ശൂരിലേക്ക് പോയിട്ട് തന്നെ പോവാം. പിന്നെ ഇവിടെന്തോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റോപ്പിൻ്റെ സംഭവം. ജനറേറ്റർക്കാരുടെ അച്ചോക്കെ ഇവിടെ നല്ല കാറ്റുണ്ട്. ദേശി ചേർക്കാറാണ് ഇത്. കണ്ട J2 J1 ഏറ്റവും വേഗത്തെ. പിന്നെ ഇതിന് സാധാരണ പോലെയല്ല, 3 ഡോർ ഉണ്ട് കേട്ടോ. നടുക്കും ഒരു ഡോർ വരുന്നുണ്ട്. നമ്മൾ അൺറിസേർവ്ഡ് പോലെ തന്നെയാണ് ഇതിൻ്റെ ലേ ഔട്ട് വരുന്നത്. എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. കോച്ചിൻ്റെ അവസ്ഥയൊക്കെ ഭാരതപ്പുഴ. റോഡ് അങ്ങനെ അതുവേ നല്ല കാറ്റ്. ട്രെയിൻ തിരുവനന്തപുരം സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ എഞ്ചിനൊക്കെ കയറി.
ഇപ്പുറത്ത് കാണുന്ന ഈ വഴി പാലക്കാട് നേരുന്ന വഴിയാണ്, ലൈനാണ്. ഇനിയിപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ വന്നത് സദേൺ റെയിൽവേയിലെ സ്ലോവസ്റ്റ് ഡിവിഷനിലും കൂടിയാണ്. അതുപോലെ തന്നെ ഈ തൃശ്ശൂർന്ന് എറണാകുളത്തേക്കുള്ള സെക്ഷൻ അതും കുറച്ചൊരു സ്പീഡ് റിസ്ട്രിക്ഷനുള്ള സെക്ഷനാണ്. കണ്ടോ, ഒരു കർവ് കഴിയുമ്പോഴേക്ക് അടുത്ത കർവായി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കർവ് വന്നോട് കൊല്ലി. എന്ത് കർവാല്ലേ, ഇത് രസമാണ് ട്രെയിൻ കാണാൻ, പച്ചയും മഞ്ഞയും കോമ്പിനേഷൻ. ഞാനിപ്പോൾ ഗരീബ് റാത്തിൻ്റെ ഏറ്റവും മുന്നത്തെ ജനറേറ്റർ കോച്ചിലാണുള്ളത്. ഇതിൻ്റെ അകത്ത് നിന്ന് കാഴ്ച വൈബ് എൻ്റെ മോനെ രക്ഷയില്ല കേട്ടോ. ഞാൻ നേരത്തെ ഒരു സ്മെല്ല് പറഞ്ഞില്ലേ, ആ സ്മെല്ലും നല്ല രക്ഷയില്ലാത്തൊരു വൈബാണ് ഇവിടെ. ഫൈനലി നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ തൃശ്ശൂർ. ജനറേറ്റർ കാർ നോക്ക്, ജനറേറ്റർ കാർ. അപ്പോൾ ഞാൻ മുന്നിലോട്ട് വന്നതെന്താ വെച്ചെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചു ഗരീബ് റാത്തിൻ്റെ. കാരണം എന്നെ ഒന്നും കിട്ടിയില്ലല്ലേ, പോലെയല്ലേ കഴിഞ്ഞല്ലേ. ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാ തൃശ്ശൂർ സ്റ്റേഷൻ വീഡിയോ ഒക്കെ വേണ്ടി പോയാൽ ആദ്യം നമുക്ക് ഈ ട്രെയിൻ ഒന്ന് പോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതും പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ഗരീബ് റാത്ത് എക്സ്പ്രസ് കൊച്ചുവേളിനെ ലക്ഷ്യമിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അവസാന ICF റൺ ഇവിടെ അവസാനിക്കുകയാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഗരീബ് റാത്തിൽ കയറുന്നത്. പവർ കാർ എന്നാട്ടെ ഇതിനെ പറയല്, ജനറേറ്റർ കാർ എന്നല്ല.
ഈ ഗരീബ്രാത്തിൻ്റെ കോച്ചെല്ലാം ഉണ്ടാക്കിയെടുത്തത് 2007 കേട്ടോ. അപ്പം ഗരീബ് രാത്ത് എക്സ്പ്രസ് ബൈ ബൈ. ഇതാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പുറത്ത് കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1, ഇത് 2, ഇത് 3. അതുപോലെ തന്നെ അപ്പുറത്ത് ഒന്നുണ്ട്, അത് 4. നമുക്ക് 4ലേക്ക് പോകാൻ ഇതൊരു ആ ഭാഗത്തായിട്ട് പോയിട്ടേ ഇല്ല തൃശ്ശൂരിൽ. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 4. അവിടത്തേക്ക് പോവാം. പിന്നെ അതിന് യാത്ര ചെയ്തതിലൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 കൊല്ലമായി. ഇന്നാണ് എൻ്റെ ചാനൽ ആദ്യത്തെ AC യാത്ര ഉണ്ടായത്. അതുപോലെ തന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ICF കോച്ചിൻ്റെ AC സ്ലീപ്പറിലും യാത്ര ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് യാത്ര ചെയ്തത് 1 വർഷം മുമ്പ് തന്നെയാണ്. 1 വർഷം മുമ്പ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്തതാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിലേക്ക് യാത്ര ചെയ്തത്. അതിനുശേഷം AC എവിടെയും പോയിട്ടില്ല. തൃശ്ശൂർ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വണ്ടിയാണ്, അത് ഗുരുവായൂരിലോട്ട് പോകുന്ന വണ്ടിയാണ്. ഇവിടുന്ന് അധികവും ഗുരുവായൂരിലേക്കുള്ള വണ്ടികളാണ് പുറപ്പെടല് ഈ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ. അവിടെ ഭയങ്കരമായ ഒരു അനൗൺസ്മെൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കാസർഗോഡ് തൃശ്ശൂരിലേക്കുള്ള ഗരീബ് രാത്ത് എക്സ്പ്രസിൻ്റെ വീഡിയോ ആയിരുന്നു ഇത്. എന്തായാലും ഗരീബ് രാത്ത് എക്സ്പ്രസ് ഒരു പ്രീമിയം ട്രെയിനും കൂടിയാണ് കേട്ടോ, അതും കൂടി ഓർക്കണം. 110 kmph സുഖമായിട്ട് എടുക്കാൻ പറ്റും. 113 kmph അലോട്ട് ചെയ്ത റേക്കാണ്. ICFൽ ആകെ 113 എടുക്കാൻ പറ്റിയ റേക്ക് അത് മാത്രമേ ഉള്ളൂ. ഭയങ്കര അനൗൺസ്മെൻറ്റ് ഇട്ടാൽ തന്നെ അതിൻ്റെ ശബ്ദം ഭയങ്കരത്തിലേക്കുന്നത്. അപ്പോൾ ICFൽ പറഞ്ഞ പോലെ ICFൽ 113 എടുക്കാൻ പറ്റുന്ന കോച്ച് ഗരീബ് രാത്തിൻ്റെ മാത്രമാണ്, ബാക്കിയെല്ലാം 110 വരെ പോകത്തുള്ളൂ. അപ്പോൾ ഈ ഗരീബ് രാത്ത് എക്സ്പ്രസ് 23-ാം തീയതി, ഞാനിപ്പോൾ നാളെ കൊച്ചുവേളിയിൽ നിന്ന് മുംബൈയിലോട്ട് പോകുന്ന ഗരീബ് രാത്ത് LHP ആവും. അതെന്തായാലും പഴയൊരു ഇത് പോകുന്നത് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു വിഷമമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, LHP വരട്ടെ. കാരണം പണ്ട് നമ്മുടെ റെയിൽവേയിൽ ലോങ് ഡിസ്റ്റൻസ് വണ്ടികളെല്ലാം ICF ആയിരുന്നില്ല, ബ്ലൂ. പിന്നെ അതുപോലെ തന്നെ ദുരന്തമൊക്കെ ഒരു പ്രത്യേക കളർ ഉണ്ടായിന്, രാജധാനിക്ക് വേറൊരു കളർ ഉണ്ടായിന്. പണ്ടത്തെ ICF രാജധാനി ഉണ്ട്, അത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അതിന് ശേഷം രാജധാനിയാണ് ആദ്യം LHP ആയത്, പിന്നെ ഡുരണ്ടോ LHP. അപ്പോൾ പണ്ട് ICFിൻ്റെ കാലം ഉണ്ടാകുമ്പോൾ ഇതിന് ഗരീബ് രാത്ത് ICFിൽ തന്നെ ഓടാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ LHPയിൽ ഫുള്ളും തുടങ്ങിയത്. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ മൊത്തം ലോങ് ഡിസ്റ്റൻസ് വണ്ടികളെല്ലാം LHP ആയല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇതും LHP ആയിട്ട്. കാരണം പണ്ട് ICFിൻ്റെ കാലം ഉണ്ടാകുമ്പോൾ പാവപ്പെട്ടവർക്ക് ICFിൻ്റെ AC യാത്ര ചെയ്യാനുള്ള സംവിധാനം ഇറക്കി. ഇപ്പോൾ LHP ആകുമ്പോൾ പാവപ്പെട്ടവന് LHPയുടെ AC യാത്ര ചെയ്യട്ടെ. അപ്പം ഇതിപ്പോൾ ഇന്ത്യയിൽ പുതിയതായിട്ട് വരുന്നത് AC എക്കണോമി കോച്ചാണ്. നമ്മളെ നേത്രാവതിയിലും മംഗളയിലൊക്കെ ഇല്ല M1, M2, M3 കോച്ചസ് ഇല്ലേ, അതുപോലത്തെ കോച്ചസാണ് ഇതിന് വരുന്നുള്ളത്. പക്ഷേ ഫെയർ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഫെയർ ഈ സാധാരണ ഗരീബ് രാത്തിൻ്റെ 3rd AC ഫെയർ തന്നെ ആയിരിക്കും. ഫെയറിൻ്റെ കാര്യം ഒന്നുകൂടി പറയാൻ ഞാൻ, നമ്മളെ കൊച്ചുവേളിയിൽ നിന്ന് മുംബൈ LTTയിലേക്ക് 2 വണ്ടികളാണ് സർവീസ് നടത്തുന്നുള്ളത്. അതൊന്ന് കൊച്ചുവേളി മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ്, പിന്നെ മറ്റൊന്ന് കൊച്ചുവേളി മുംബൈ LTT ഗരീബ് രാത്ത് എക്സ്പ്രസ്. അപ്പോൾ ഈ മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ ഫെയർ 3rd ACക്ക് വരുന്ന ഫെയർ 1700 രൂപേൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ ഗരീബ് രാത്തിൽ എത്ര വരുന്നത് വെച്ചെങ്കിൽ അതിൽ നിന്ന് 400-500 രൂപ കുറവാണ്, 1200 വരുന്നുള്ളൂ ഫെയർ. അപ്പോൾ അത്രയും ഫെയർ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ സാധാരണ നമ്മൾ 3rd AC 1600, 3rd AC എക്കണോമി വരുമ്പോൾ 1500, അത്ര അത് 100 രൂപ 50 രൂപ അത്ര ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ AC എക്കണോമി പറയുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം എന്തായാലും ഗരീബ് രാത്ത് LHP അടിപൊളി വണ്ടി തന്നെ ആയിട്ട് വരും, ഒരു സംശയമില്ല. LHP ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. LHP ആകുന്നതിൽ വിഷമിക്കുന്നത് നമ്മളെപ്പോലത്തെ കുറച്ച് റെയിൽ ഫാൻസ് തന്നെ ആയിരിക്കും. കാരണം അതിൻ്റെ ആ ഒരു പച്ചയും മഞ്ഞയും തീർന്ന ലിവറി അത് വേറെ തന്നെ ഒരു ഫീലാണ്. പണ്ട് നമ്മളെ സെക്ഷൻ കാനങ്ങാട് മറ്റേ കാസർഗോഡ് മംഗളൂർ ആ സെക്ഷനൊക്കെ ഡീസൽ ഉണ്ടായത് പ്രാണി പോയി, വായക്കകത്തൊന്നും പോയി പ്രാണി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് പണ്ടൊക്കെ ഡീസൽ സെക്ഷനായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടുവരുന്നിരുന്ന ട്രെയിനുകൾ എന്ന് പറയുന്നത് ആൽക്കോ, EMD, പിന്നെ ICF ബ്ലൂ അതൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഗരീബ് രാത്തും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ കുട്ടിക്കാലത്ത് നമ്മൾ ഈ ഗരീബ് രാത്തിനെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഗരീബ് രാത്ത മാത്രമാണ് ഇപ്പോൾ മാറാതെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം മാറിയല്ല, LHP ആയി, പിന്നെ നീല കളർ മാറ്റി, എല്ലാം ഇലക്ട്രിക് ലോക്കോ അത് എല്ലാം മാറിയല്ല. അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. പണ്ടുണ്ടായ പോലെ തന്നെ ആകെയുള്ള മാറ്റം. പണ്ട് ഡീസൽ ആയിരുന്നത് ഇപ്പോൾ ഇലക്ട്രിക്, അത്രയും ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ ചെറിയ വിഷമമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഈ ഗരീബ് രാത്ത് എക്സ്പ്രസ്സിൽ ഞാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചത് എൻ്റെ 4ാം ക്ലാസ് മുതൽ ഞാൻ ഈ ഗരീബ് രാത്തിനെ കാണുമ്പോൾ ഇതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് ഇതുവരെ പറ്റിയില്ല. ഇതിൽ end-to-end അടിക്കണമൊക്കെ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ ആഗ്രഹം ഇത് നടന്നു. ഇതും ഗരീബ് രാത്തിൻ്റെ അവസാനം ICF ഫ്രണ്ടിൽ നിന്ന് ആലോചിക്കണം. ആ പച്ചൻ്റെ അവസാനം ICF ഫ്രണ്ടിൽ നിന്നും കൂടി ആലോചിക്കണം. അപ്പോൾ ഇന്ന് യാത്ര ചെയ്തൊരു വല്ലാത്തൊരു ഫീൽ തന്നെ ആയിപ്പോയിട്ടാക്കാൻ. കാരണം ലാസ്റ്റത്തെ ഇത് തന്നെ യാത്ര ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇവിടുന്ന് രാത്രി 9:25 കൊച്ചുവേളി ശ്രീഗംഗാനഗർ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അതിന് കയറി ഞാൻ കാസർഗോഡ്
പോകുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നുമില്ല, അത് ജനറലാണെന്ന് പോകുന്നത്. കാരണം ടിക്കറ്റ് ഒന്നും കിട്ടണില്ല. ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് N20 യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ N20ലും ടിക്കറ്റ് ഉണ്ടായിട്ടില്ല. കൊച്ചുവേളി ഗരീബ് രഥത്തിൽ. പിന്നെ ആകെ ടിക്കറ്റ് ഉണ്ടായത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലേക്ക് വെയിറ്റ് ലിസ്റ്റാണ് ഉണ്ടായത്. പിന്നെ ചെറിയ വെയിറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് ചെറിയ ദൂരമാണല്ലോ, അവന് എടുത്ത് കൺഫേമായി. ഇപ്പോൾ തിരിച്ചു വന്ന ടിക്കറ്റ് കിട്ടിയില്ല. കാരണം പെട്ടെന്ന് പ്ലാൻ ചെയ്ത ടിക്കറ്റ് യാത്രയാണ് ഈ ഗരീബ് രഥത്തിൻ്റെ. കാരണം പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് LSB ആകാൻ പോകുന്നത്. അപ്പോൾ തന്നെ ആയി യാത്ര ചെയ്ത്. അപ്പം ആ വണ്ടി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകും. അതിൻ്റെ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയ ഗരീബ് രഥത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. കാസർഗോഡ് മുംബൈയിലേക്ക് ചിലപ്പോൾ യാത്ര ചെയ്യും പുതിയ ഗരീബ് രഥത്തിൽ. അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.